നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതം ഒരു എഡ്യൂക്കേഷനാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ സ്വയം ഈ എഡ്യൂക്കേഷനിലൂടെ തിരിച്ചറിയുന്നത്? വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്? എൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്? ഇതെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു നീണ്ട പ്രക്രിയയാക്കി മാറ്റിയത് മനുഷ്യൻ തന്നെയാണ്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഈ പാഠങ്ങൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. എല്ലാ പ്രകൃതി വിഭവങ്ങളും ചരാചരങ്ങളും അവരുടെ ജീവിതം വളരെ നാച്ചുറലായിട്ട് ജീവിക്കുന്നു. അവർ എക്സിസ്റ്റ് ചെയ്യുന്നു. അവർ വേറൊന്നും ആവാൻ ശ്രമിക്കുന്നില്ല. ഒരു തുമ്പപ്പൂവ് തന്നെയായിട്ടിരിക്കുന്നു. ഒരു താമരപ്പൂവ് തന്നെയായിട്ടിരിക്കുന്നു. ഒരു സിംഹം തന്നെയായിട്ടിരിക്കുന്നു. ഒരു ആന തന്നെയായിട്ടിരിക്കുന്നു. അവർക്കൊന്നും വേറെ ഒന്നും ആവണമെന്നുള്ള ആഗ്രഹമില്ല. ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള ആ ഒരു ജീവിതം അത് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ തലത്തിലേക്ക് ഇവോൾവ് ചെയ്ത് എത്തിയിട്ടുള്ള വഴി അതാണ് കാണുന്നത്. അതാണ് നമ്മൾ ഭൂതം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതെല്ലാം പാസ്റ്റാണ്. നമ്മുടെ പാസ്റ്റാണ് ശരിക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്.
നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മൾ ഈ തരത്തിൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നില്ല. ഇതെല്ലാം ഓൾറെഡി നമ്മൾ കടന്നു വന്ന വഴികളാണ്. എങ്ങനെയാണ് നമ്മൾ കടന്നു വന്നത്? നമ്മൾ ആ താളത്തിൽ ജീവിച്ചതുകൊണ്ട്, ഋതത്തിൽ ജീവിച്ചതുകൊണ്ട് ഇവോൾവ് ചെയ്ത് ഇവിടം വരെ എത്തി, മനുഷ്യൻ്റെ തലം വരെ എത്തി. അപ്പം മനുഷ്യന് ആ തിരിച്ചറിവ് വന്നിരിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ ഫ്ലോൻ്റെ തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചറിവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ എത്തണം എന്നുള്ളൊരു തോന്നലുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി അതായി തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനെ ഒരു വലിയൊരു നീണ്ട പദ്ധതിയാക്കി മാറ്റിയത് നമ്മളാണ്. എഡ്യൂക്കേഷൻ വേണ്ടി വരുന്നത് തന്നെ നമ്മളുടെ ഈ തരത്തിലുള്ള ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നൊരു ചിന്ത, അത് തന്നെ ഒരു തടസ്സമായി മാറിയിരിക്കുകയാണ്. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലെത്താനൊരു വഴിയുണ്ട്, പാതയുണ്ട്. പാത തന്നെയാണ് ലക്ഷ്യം. അതാണ് ഈ സീരീസിൻ്റെ ടൈറ്റിൽ തന്നെ. മഹാത്മാഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, പാത തന്നെയാണ് ലക്ഷ്യം, മീൻസ് തന്നെയാണ് ഗോൾ. നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്, അത് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവും. അതാണ് നമ്മുടെ ബീയിങ് എന്ന് പറയുന്നത്. സ്വാർത്ഥമായിട്ട് ജീവിച്ച് സെൽഫിഷായിട്ട് ജീവിക്കുമ്പോൾ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യം എങ്ങനെയാണ് നമ്മൾ കാഴ്ചവെക്കുക? നമ്മൾ ആ തരത്തിലൊരു ഈശ്വരനെ പറ്റി സങ്കല്പിക്കുമ്പോൾ പോലും അവിടെയും സ്വാർത്ഥതയുണ്ട്. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് വെച്ചിട്ട് നമ്മൾ അബ്സല്യൂട്ടിനെ തന്നെ നമ്മൾ വേർതിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. പലരും പല രീതിയിൽ നിർവചിക്കുകയാണ്. ശരിക്കും നിർവചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമ്മൾ അതായി നിന്നാൽ മതി. നമ്മൾ അതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതായിട്ട് ജീവിക്കുക. നമ്മൾ ലക്ഷ്യത്തിൽ ആണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ്റെ തലത്തിലെത്തിയിട്ട് നമുക്കിതിന് പാടുപെടേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ മുമുക്ഷുത്വം എന്നുള്ള സ്റ്റേറ്റ് വരെ ഡിസ്കസ് ചെയ്തു. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ ആ അബ്സല്യൂട്ടായിട്ട് മാറാനുള്ള ആന്തരികമായിട്ടുള്ള ആ ക്രേവിങ്, റെസ്റ്റ്ലെസ്നെസ്. ശരിക്കും അങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ, റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈഗോയുടെ സീറോയായി മാറുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അബ്സല്യൂട്ട് സ്നേഹം, അബ്സല്യൂട്ടിനെ നമുക്ക് സ്നേഹം എന്ന് നിർവചിക്കാം, അത് അവിടെ മാനിഫെസ്റ്റ് ആവും. ബാബുജി മഹാരാജിൻ്റെ ഒരു എക്സാമ്പിളുണ്ട്. ബാബുജി മഹാരാജ്, അപ്പോൾ ലാലാജി മഹാരാജ് റൈറ്റർ വേൾഡിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ബാബുജി മഹാരാജ് തൻ്റെ വീട്ടിൽ വെള്ളം എടുക്കാനായിട്ട് പമ്പ് വെല്ലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് വല്ലാണ്ട് ഒരു ആഴത്തിൽ ഒരു അഗാധമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി, ഒരു വേദന പോലെ ക്രേവിംഗ് ഉണ്ടായി. ലാലാജി മഹാരാജ്, എനിക്ക് അങ്ങേ പോലെ ആയി മാറണം. അപ്പോൾ ലാലാജി മഹാരാജ് ഉത്തരം പറഞ്ഞു എന്നാണ് പറയുന്നത്, നീ അങ്ങനെ ഈ തരത്തിൽ നിനക്ക് ക്രേവിംഗ് ഉള്ളതുകൊണ്ട് നീ അത് ആയിക്കഴിഞ്ഞിരിക്കുന്നു, നീ അത് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു അഗാധമായിട്ടുള്ള ഒരു ക്രേവിങ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, മുമുക്ഷുത്വം നമുക്ക് ശരിക്കും മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര ഗോളിലെത്താനല്ല, പിന്നെ നമ്മുടെ യാത്ര എന്തായിരിക്കും? ആ ഗോള് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ആ ഗോള് ജീവിക്കുക, ലിവിങ് ദ ഗോൾ, അതായിരിക്കും പിന്നെ ലക്ഷ്യം. സഹജമാർഗം, സഹജമായിട്ടുള്ള മാർഗം നമ്മളെ സഹജ അവസ്ഥയിലെത്തിക്കുന്നു. ആ പാത തന്നെ നമ്മളെ സഹജമാക്കുന്നു, ലളിതമാക്കുന്നു. പ്ലെയിൻ ആൻഡ് സിമ്പിൾ, ഇൻ ട്യൂൺ വിത്ത് നേച്ചർ. നേച്ചർ എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ് ബാബുജി മഹാരാജ് പറയുന്നത്. ഹയർ ക്യാപിറ്റൽ N ഇട്ട് കഴിഞ്ഞാൽ അത് ഡിവിനിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ലളിതമാവുന്നു, പ്യുവറാവുന്നു, ഡിവൈനാകുന്നു. അത് നമ്മുടെ പെരുമാറ്റത്തിൽ പ്രകാശിക്കുന്നു, മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്താൻ തുടങ്ങുന്നു. അപ്പോൾ എവിടെയെല്ലാം നമുക്ക് ന്യൂനതകൾ കാണുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഈ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെയായി മാറുന്നു നമ്മുടെ ജീവിതം. അതാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ സഹജമാർഗം ഹാർട്ട്ഫുൾനെസ്സായിട്ട് പരിണമിക്കുകയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമ്മുടെ മാസ്റ്റർ ദാജി പറയുന്നുണ്ട്.
സഹജമാർഗത്തിലൂടെ നമ്മൾ ഹാർട്ട്ഫുള്ളായിട്ട് എന്താ നിറയ്ക്കാൻ പറ്റുക? ഹൃദയത്തിൽ എന്താണെന്ന് അറിയുക. ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് നിറയാൻ പറ്റുന്നത് സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ. വേറൊന്നിനും അവിടെ നിറയ്ക്കാൻ പറ്റില്ല. വേറെ എല്ലാം പാർഷ്യലായിട്ട് അവിടെ നിൽക്കും, ഒരിക്കലും അത് നിറയില്ല. അതുകൊണ്ടാണ് നമുക്ക് അസംതൃപ്തി, അതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നത്. ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആഗ്രഹങ്ങൾ ഇല്ലാണ്ടേ മാറും. അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ആ സോഴ്സ് അതിലേക്ക് കണക്റ്റായിട്ട് നമ്മൾ സ്നേഹഭാചനങ്ങളായിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഹാർട്ട്ഫുള്ളായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ ഗോള് സാധന ചെയ്യുക, ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് മാറിയിട്ട് ആ പൂർണ്ണതയെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ള തലത്തിലാവും. ഇതാണ് വോളണ്ടറി വർക്ക് എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. വോളണ്ടറി ആയിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ സേവനത്തിനായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല. എവിടെയെങ്കിലും എത്തുമ്പോൾ, ഇപ്പോൾ പലരും ഉണ്ട്, ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈശ്വരനെ സമർപ്പിക്കുന്നു, അവിടെ വൃത്തിയാക്കുന്നു, ആശ്രമങ്ങളിൽ പോകുമ്പോൾ തന്നെ ചെയ്യുന്നു. പുറത്തെത്തുമ്പോൾ ഇത് ഇല്ല. പുറത്തെത്തുമ്പോൾ പഴയ പെരുമാറ്റം തിരിച്ചു വരുന്നു. അപ്പോൾ അതിനെ വോളണ്ടറി വർക്ക് എന്ന് പറയാൻ പറ്റും. വോളണ്ടറി വർക്ക് എന്ന് പറഞ്ഞാൽ 24 hours 24/7 വോളണ്ടറിയാണ്. എന്നല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണെന്ന് തിരിച്ചറിയൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് സ്വഭാവം എല്ലാ നിമിഷവും നമുക്കുള്ളിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉള്ള ക്രേവിങ്, അവിടെയാണ് ക്രേവിങ് പിന്നെ വരുന്നത്. ഹാർട്ട്ഫുൾനെസ് കൊണ്ടുവരാൻ, എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവർത്തിയും കൊണ്ടുവരാനാണ് പിന്നെ നമ്മൾ നമ്മുടെ സാധന ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴാണ് ചെയ്യുന്നത്? ഉണർന്നിരിക്കുമ്പോൾ, ജാഗ്രത അവസ്ഥയിൽ. അപ്പോൾ ഇതുവരെ ധ്യാനത്തിലും ശുദ്ധീകരണത്തിലും പ്രാർത്ഥനയിലുമെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും അത് ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹാർട്ട്ഫുള്ളായിട്ട് എന്നെ മാറ്റാനായിട്ട്. അങ്ങനെ ഹാർട്ട്ഫുള്ളായിട്ട് മാറുമ്പോൾ നിരന്തരം പ്രെയർഫുൾ സ്റ്റേറ്റ് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ആധ്യാത്മികതയും ഭൗതികതയും എന്നുള്ള സെപ്പറേഷൻ തന്നെ ഇല്ലാണ്ടായിട്ട് മാറുകയാണ്. ലിവിങ് ദ ഗോൾ, ഇതായിരിക്കണം നമ്മുടെ അടുത്ത ലെവൽ ഓഫ് ഡിസ്കഷൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.